വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നു. CPM-നെ സംബന്ധിച്ച് ഇന്നലത്തെ ഉണ്ടായ സംഗതി പാർട്ടി സംവിധാനം ആകപ്പാടെ ഒന്ന് തണുത്ത് കിടക്കുകയായിരുന്നു. അത് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള MV ഗോവിന്ദനെയും വിമർശിക്കുന്ന തരത്തിലായിരുന്നു ആ പാർട്ടി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം. അതിന്റെ ആകമാനം റൂട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ടോ? പാർട്ടി ഉണർന്നു എന്നുള്ള ചോദ്യം ഒന്ന്. രണ്ട്, പിണറായി വിജയനെയും നേതൃത്വത്തെ വിമർശിക്കുന്നതിൽ നിന്ന് ഫോക്കസ് മാറ്റി പുതിയൊരു വഴിയിലേക്ക് പ്രവേശിക്കാൻ പാർട്ടി കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ആ പാർട്ടിക്ക് വല്ല ഗുണമുണ്ടോ? എന്താണ് താങ്കൾ കാണുന്നത്? നിഷാദേ, ഈ എന്താ പറയുക, സ്ട്രീറ്റ് ലുംബൻസ് എന്നൊരു കൂട്ടരുണ്ട്, തെരുവിലെ ഗുണ്ടായിസം നടത്തുന്ന ആളുകൾ. ഈ ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പാർട്ടിയെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? യഥാർത്ഥത്തിൽ ഇന്നലെ അതാ സംഭവിച്ചത്. പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള MV ഗോവിന്ദൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ്, തൊട്ടു പിന്നിൽ മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ വീട്ടിനകത്തുണ്ട്. അവിടെയാണ് ഈ ഗുണ്ടകൾ അഴിഞ്ഞാടിയത് ഒരു പാർട്ടിയുടെ പേരിൽ. എന്നിട്ട് എവിടെ എങ്ങോട്ടാണ് പോയത്? അവരുടെ പാർട്ടി ഓഫീസിലേക്ക് പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ അവരെ പറ്റി എന്ത് തരത്തിൽ നിലപാടെടുക്കാൻ നിങ്ങൾ പരിശോധിക്കണം. പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പോകും. കാരണം ഈ ഒരു വിഷയത്തോടുകൂടി ആ വിഷയങ്ങൾ അവസാനിക്കില്ല. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അതിന് ദീർഘകാലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, സംഘടനാ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഇന്നലത്തെ ഒരു സംഭവത്തോടുകൂടി അവസാനിക്കില്ല. ഇന്നലെ ഉണ്ടായിരിക്കുന്നത് CPM-നകത്ത് ഗുണ്ടകൾ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന നമ്മൾ നിരന്തരമായിട്ടുള്ള നമ്മുടെ ഭീതി, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ശരി, എന്താണ് ഷാനി